السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضوان الله أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശാസ്ത്രം, അതിൻ്റെ ഉസൂലും റിവായത്തും ദിറായത്തും ഒക്കെ നമുക്കറിയുമെന്ന് ജനങ്ങളെയൊക്കെ ഇങ്ങനെ സാധാരണക്കാരെ പറഞ്ഞിങ്ങനെ പറ്റിക്കുന്ന ചില മൗലവിമാരുണ്ട്. യഥാർത്ഥത്തിൽ അവർക്കൊരു ചുക്കും അറിയില്ല. അവർ അങ്ങനെ ഇങ്ങനെ ജനങ്ങളെ കാണിച്ചു കൊടുക്കും. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമായ ഖുർആനുൽ ഷരീഫിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിക്കുമ്പോൾ, പാപങ്ങൾ സംഭവിക്കുമ്പോൾ ആരംഭ റസൂലുള്ളാഹി തങ്ങൾ, ഐനുർ റഹ്മത്തായ റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ച് അവിടത്തോട് റെക്കമെൻഡ് ചെയ്താൽ, അവിടുത്തെ അടയാളനാക്കി റബ്ബിനോട് പറഞ്ഞാൽ പാപം പൊറുക്കപ്പെട്ടു കഴിഞ്ഞു, റഹ്മത്ത് വർഷിച്ചു കഴിഞ്ഞു എന്ന് സന്തോഷം ജനങ്ങളെ അറിയിക്കുമ്പോൾ, അത് അവിടെ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്തെന്നോ അവിടുത്തെ വഫാത്തിന് ശേഷമെന്നോ അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല. അവിടെ നിന്ന് എന്നും റസൂലാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനത്തെയാണ് ഷഹാദത്ത് പറയുന്നതും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്തും മൗത്തൊക്കെ സമമാണ് എന്ന് വ്യക്തമാക്കി അവിടുത്തെ എല്ലാ സമയത്തും അവിടുത്തെ ഇടയാളനാക്കാം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹദീസ് നാം ഓതുകയുണ്ടായി. ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും ഇദാ വജദ്തു ഫീഹി ഖൈറൻ ഹമിദുല്ലാഹ തുടങ്ങിയ ആ ഹദീസ്, എൻ്റെ ജീവിതവും മരണവും ഒക്കെ നിങ്ങൾക്ക് ഗുണാണ്, ആ ജീവിതകാലത്തായാലും മരണകാലത്ത് ശേഷമാണെങ്കിലും ഒക്കെയും സമമാണ് എന്ന് അറിയിക്കുന്ന ആയത്ത് ഹദീസ് ഓതിയപ്പോൾ ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഈ മൗലവിക്ക് കുറച്ചൊക്കെ പറയാനുണ്ട്. ഒരു 3 കാര്യങ്ങളായി അദ്ദേഹം ആ ഹദീസിൽ പറയുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു റാവി ലഈഫാണ്. മറ്റൊന്ന്, മറ്റൊരു റിവായത്തിലെ ഹദീസ് മുർസലായ ഹദീസാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, അതിൽ ഒരു മുദല്ലിസ് ഉണ്ട്, ഒരു റാവി മുദല്ലിസാണ്, മുദല്ലിസിന്റെ അനത്ത് സ്വീകരിക്കാൻ പറ്റില്ല. മറ്റൊന്ന്, അത് നല്ല ഹദീസും ചീത്ത ഹദീസും കൂടെ കൂട്ടിക്കെട്ടിയതാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ ആണ് അദ്ദേഹം അതിൽ പറയുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നെ ഇയാൾ ഒരു ഹദീസ് വായിക്കുന്നുണ്ട്, ഹയാത്തി ഖൈറുല്ലക്കും മമാത്തി ഖൈറുല്ലക്കും എന്ന് പറയും. സാധാരണ മൗലവിമാരൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഹദീസാണത്. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറയുകയും, അപ്പോൾ ജീവിതകാലത്ത് നബി തങ്ങളോട് ചോദിക്കാൻ പറ്റുന്നത് പോലെ മരണശേഷവും ചോദിക്കാം, നബി തങ്ങൾക്ക് മരണവും ജീവിതമൊക്കെ സമാണ്, അങ്ങനെ ആയാലും ഞമ്മക്കത് ഖൈറാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് ദുർബലമാണ്. ഇനി നമുക്ക് ആ പ്രഭാഷണത്തിൽ പരാമർശിച്ച ഹദീസിലേക്ക് വരാം. ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും. അദ്ദേഹം ആ ഹദീസ് പറയുന്നുണ്ട്, ഇതിൽ ജസർ ബിൻ ഫർഖദ് എന്ന് പറയുന്ന ഒരു റാവി ഉണ്ട്. ആ റാവി സിഖത്തല്ല, ലഈഫാണ്, എല്ലാവരും പറഞ്ഞിരിക്കുന്നു. അതിന് നമുക്കെന്ത് വേണം? ആരാണ് അയാളുള്ള? അദ്ദേഹമുള്ള ഹദീസാണ്, ആ റിവായത്താണ് നമ്മൾ വാരിദായത്, നമ്മൾ കൊണ്ടുവന്നത് എന്ന് ആരെ പറഞ്ഞ അദ്ദേഹത്തോട്? പിന്നെ ഇയാൾ പറയുന്നുണ്ട്, മാത്രമല്ല അതിലാരുണ്ട്? ബക്ർബിനു അബ്ദില്ലാഹിൽ മുസനി എന്നിവരുണ്ട്. അവര് സ്വഹാബിയല്ല, റസൂലുള്ളാഹി തങ്ങളെ കണ്ടിട്ടില്ല, അവർ ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ശരിയായിട്ടില്ല. എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത് ശരിയല്ല. അപ്പൊ ഇയാള് ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. മുൻകാലത്ത് കഴിഞ്ഞുപോയ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലൊക്കെ കഴിഞ്ഞുപോയ ഈ മുർസലായ ഹദീസ് സ്വഹീഹല്ലാന്ന് എല്ലാ മുഅല്ലമായ അയിമ്മത്തും മുർസലായ ഹദീസ് സ്വഹീഹാണെന്നാണ് പറഞ്ഞത്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു, ഇമാം ഇബ്രാഹിം നഖി, ഹമ്മാദ് ബിൻ അബി സുലൈമാൻ, അബൂ യൂസുഫ്, മുഹമ്മദ് ബിൻ ഷൈബാനി, ഇവരൊക്കെ എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് ഏത് ഹദീസ് സ്വഹീഹാണ്. മുർസലായ ഒരു താബിഈ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് സ്വഹീഹാണ്. എത്രത്തോളം ഇനി ഇർസാൽ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വഹാബിയെയാണ്. താബിഈ ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ഇടയിൽ കളഞ്ഞത് സ്വഹാബിയാണെന്ന് ഉറപ്പാണെങ്കിൽ ഇത്തിഫാഖാണ്, ആർക്കും തർക്കമില്ല. എന്നിട്ട് ഇയാൾ പറയാണ് സ്വഹാബി ആകാത്ത ആള്, നബി തങ്ങളെ കാണാത്ത ആള്, കേൾക്കാത്ത ആള് ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാൽ അത് ശരിയല്ല. അയാളെ പ്രയോഗം അങ്ങനെ ശരിയല്ല, സ്വഹീഹല്ല. എന്ത് വർത്താനം ഈ പറയുന്നതൊക്കെ? കനപ്പെട്ട അയിമ്മത്തുകളൊക്കെ രേഖപ്പെടുത്തുകയാണ് മുർസല് മഖ്ബൂലാണ്, മുത്ലഖ മഖ്ബൂലാണ്. മുതിർന്ന താബിയങ്ങളാണോ, താഴേക്കിടയിലുള്ള താബിയങ്ങളാണോ, ഇടയിൽ സ്വഹാബിയാണോ കളഞ്ഞത്, അല്ലെങ്കിൽ താബീനെയാണോ കളഞ്ഞത്, എന്നാൽ പോലും അതൊക്കെ ഈ മുത്ലക്കൻ അത് മഖ്ബൂലാണെന്ന് അയിമ്മത്ത് പറയാ.
പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അവിടെ രേഖപ്പെടുത്തി, അതിന് മറ്റേതെങ്കിലും ഒരു ഇഅ്തിലാദ് ഉണ്ടെങ്കിൽ, ഒരു ഖുവത്ത് അതിന് ശക്തിപ്പെടുത്തലുണ്ടെങ്കിൽ, അത് സ്വഹീഹായ ഹദീസ് കൊണ്ടാവട്ടെ, ലഈഫ് ഹദീസ് കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ ഫത്വ കൊണ്ടാവട്ടെ, ജനങ്ങളെ അമലുകളെ കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ മുർസലായ മറ്റൊരു ഹദീസുകളെ കൊണ്ടാവട്ടെ, ഒരു ഇഅ്തിലാദ്, ഒരു ശക്തി അങ്ങനെ പകരുമെങ്കിൽ അത് മഖ്ബൂലാണ്, ഹുജ്ജത്താണ് എന്ന് ഇമാം ഷാഫി തങ്ങൾ. മറ്റു അയിമ്മത്തുകളൊന്നും അങ്ങനെ ഷർത്തന്നാക്കുന്നില്ല. എന്നിട്ട് ഇയാൾ പറയാ, ഇയാള് സ്വഹാബിയല്ലാത്ത ഖാദി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ശരിയല്ല, സ്വഹീഹല്ല. എന്താണ് ഈ പറയാനൊക്കെ? അത്രമാത്രമൊക്കെ ഉണ്ട് എന്ന് ആളുകൾ കണ്ട് വെത്തി തീർക്കല. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ആ മിഷ്കാത്തിന്റെ ഓതുന്ന കാലത്ത് അതിന്റെ മുഖദ്ദിമ ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്ക് ദഹ്ലവി റളിയല്ലാഹു തആല അതെങ്കിലും നന്നായി ഒന്ന് ഓതി, അല്ലെ ഓതിയിട്ടുണ്ടാകാം, പക്ഷെ അതൊന്നൊന്നും മനസ്സിരുത്തിയാൽ ഈ വക വെട്ടിത്തൊന്നും പറയില്ലല്ലോ. പിന്നെ ഇയാൾ പറയുന്നുണ്ട്, ഇതിന്റെ റാവിമാരിൽ അബ്ദുൽ മജീദ് ബിനു അബ്ദുൽ അസീസ് ബിൻ അബി റുവാദ് എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്. അവർ സുഫിയാൻ എന്നവരെ തൊട്ട് അനഅനത്ത് കൊണ്ടാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മുദല്ലിസാണ്. അബ്ദുൽ മജീദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ അബി റുവാദ് മുദല്ലിസാണ്. മുദല്ലിസിന്റെ അനഅനത്ത് മഖ്ബൂലല്ല എന്നാണ് ഹദീസ് ശാസ്ത്രം. ഇദ്ദേഹം മുദല്ലിസാണെന്ന് ഇയാൾക്ക് എവിടുന്നാ കിട്ടിയത്? ആരാണ് ഇവര് മുദല്ലിസാണെന്ന്? തെദ്ലിസ് ചെയ്യുന്ന ആളാണ് അബ്ദുൽ മജീദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ റുവാദ് മുദല്ലിസാണ് എന്നത് ഈ മൗലവിക്ക് എവിടുന്നാ കിട്ടിയത്? ഒന്ന് രേഖപ്പെടുത്തണം, അതൊന്ന് വ്യക്തമാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനും പ്രമാണമില്ല. ആയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അതിന്റെ കുറെ ഉസൂലുകൾ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായത് ഇങ്ങനെ പറയാ, അത് കേൾക്കാൻ കുറച്ച് ആളുകളും. ഹദീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറെ നിയമങ്ങൾ പറഞ്ഞു, ഒന്നും ശരിയല്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതിനൊന്നും ഒരു നിദാനമില്ല. ഒരു അടിസ്ഥാനപരമായ ഹദീസ് ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ വ്യാഖ്യാന ശാസ്ത്രത്തിലോ ഏതെങ്കിലും വിഷയത്തിലെ അടിസ്ഥാനപരമായ നഖലോടുകൂടെ, അടിസ്ഥാനപരമായ ഉദ്ധരണിയോടുകൂടെ ഒരു വ്യവസ്ഥാപിതമായി പറയുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു വകുപ്പുണ്ട്. പക്ഷെ ഈ പറഞ്ഞ് ജനങ്ങളെങ്ങനെ ഫിത്നയിലാക്കുക? അള്ളാഹു തീർത്തു പറയുക, മുത്തു റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചോളൂ, അവിടുത്തെ സമീപിച്ച് റെക്കമെൻഡ് ചെയ്ത് ഇടയാളനാക്കി എന്നോട് പറഞ്ഞാൽ പാപം പൊറുപ്പിക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണെങ്കിലും അവർക്ക് പാപം പൊറത്തു കഴിഞ്ഞു, റഹ്മത്ത് ഇറങ്ങിക്കഴിഞ്ഞു. എന്തോ ഒരു അനുഗ്രഹം അള്ളാഹു നൽകുമ്പോൾ ഇത് സാധാരണക്കാർക്ക് തടഞ്ഞിട്ട് ലാല്ലും മുതില്ലുമാകുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലയോ? നമുക്കിനി ആ ഹദീസിലേക്ക് വരാം. ഈ ഹദീസ് സ്വഹീഹാണെന്നും ഇത് ഇമാം അബൂബക്കർ ബസ്സാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തെന്നും അതിന്റെ റിജാല് സനദ് മുസ്ലിമിന്റെ സനദാണെന്നും സ്വഹീഹ് മുസ്ലിമിന്റെ റിജാലാണെന്നും ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ ഗുരുനാഥനായ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഹൈതമി അൽ ഹാഫിദ് നൂറുദ്ദീൻ ഹൈതമി തങ്ങൾ തന്റെ മജ്മഉ സവായിദ് രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ സനദ് റിജാലുഹു റിജാലു സ്വഹീഹ് ഐ റിജാലു സ്വഹീഹ് മുസ്ലിം. നോക്കുക, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ മറ്റൊരു ഗുരുനാഥനായ ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇറാഖി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥമായ ത്വറഹു തസ്രീബി ഫി ശറഹി തഖ്രീബിലും ബഹുമാനപ്പെട്ടവരും 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. ഹിജ്റ 806-ലാണ് അവിടുന്ന് വഫാത്തായത്. അവിടുന്നും രേഖപ്പെടുത്തി ബി ഇസ്നാദിൻ ജയ്യിദിൻ, ജയ്യിദായ സനദോടുകൂടെ. അത് പറയേണ്ടവര് പറഞ്ഞാല് അവർക്ക് തിരിയും. ഒന്നും അറിയാത്തവൻ എന്തൊക്കെയോ ഇൽഹാം തന്നെ പറയാൻ പറ്റൂല, എന്തൊക്കെയോ ദുർബോധം അത് അനുസരിച്ച് ഇങ്ങനെ പറയുന്നത് എന്തല്ല, ദീനിൽ തെളിവല്ല. അതിലൊന്നും ഈ പറയപ്പെട്ട ജസ്റിബിന് ഫർഖത്തിനെ കാണുന്നില്ല നമ്മളൊന്നും ആ റിവായത്തില്. അതൊക്കെ സ്വഹീഹായ സനദോട് കൂടെ തന്നെ വ്യക്തമായി തന്നെ പറഞ്ഞു. റിജാലുഹു റിജാലു സ്വഹീഹ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെന്താ നോക്കാനുള്ളത്? അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന യുബല്ലിഗൂന അൻ ഉമ്മത്തി അസ്സലാം ഖാല വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാതി ഖൈറുൽ ലക്കും തുഹദ്ദിസൂന വനുഹദ്ദിസു ലക്കും വവഫാതി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും ഫമാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ അലൈഹി വമാ റഅയ്തു മിൻ ശർരിൻ ഇസ്തഗ്ഫർതു ലക്കും എന്ന് വ്യക്തമാക്കി പറയുകയാണ്. എന്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങളുടെ അമലുകളൊക്കെയും എന്റെ മേൽ കാണിക്കപ്പെടുന്നുണ്ട്. അതിൽ ഖൈർ ഞാൻ കണ്ടാൽ അള്ളാഹുവോട് ഞാൻ ഹംദ് ചെയ്യും, സ്തുതിക്കും. വല്ലതും തിന്മയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ സനദ് ജയ്യിദായ സനദാണെന്നും ഇതിന്റെ റിജാല് സ്വഹീഹിന്റെ റിജാലാണെന്നും അത് അറിയുന്നവർ
നമ്മളെ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്, പൂച്ചക്ക് എന്താ പൊന്നു നോക്കുന്നോടത്ത് എന്ന്. എന്നതുപോലെ ഇത് പറയുന്നവർക്ക് ഇത് അറിയാത്തവൻ എന്താ അതിൽ ഇടപെടേണ്ട ആവശ്യമുള്ളത്? വ്യക്തമാക്കി പറയുകയാണ്. എന്നിട്ട് അവിടെയാണ് പറഞ്ഞത് എന്ത്, ഈ പിന്നെ നേരത്തെ പറഞ്ഞ തെദിലീസും, ആരാണ് അദ്ദേഹം മുദല്ലിസ എന്ന് പറയട്ടെ, എവിടുന്നാണ് മുദല്ലിസ എന്നുള്ള തെളിവ് കൊണ്ടുവരട്ടെ. വേറൊരു റിവായത്ത് അതോ പറഞ്ഞു പിന്നെ മറ്റേ സ്വഹാബ് മുർസലാന്ന്. ഈ ഞാനീ പറഞ്ഞ റിവായത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാന്റെ റിവായത്തിൽ ആ മുർസലായ റിവായത്ത് ഇല്ലതാണ്. ഇത്രയും വ്യക്തമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട് താനും. ഇയാൾ പറയുന്നുണ്ട്, ഇന്നലില്ലാഹി മലായിക്കത്തൻ സയ്യാഹീന യുബല്ലിഗൂന അൻ ഉമ്മത്തി അസ്സലാം. ഇത് സ്വഹീഹായ സനദോടുകൂടെ വന്ന ഹദീസാണ്. ഇതിന്റെ കൂടെ നല്ലതല്ലാത്ത ഹദീസിനും കൂടെ കൂട്ടിച്ചേർത്തതാണ്. ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഹദീസിലുണ്ട്. ഏതാണ് ഹദീസ്? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തി ഖൈറുൽ ലക്കും തുഹദ്ദിസൂന വനുഹദ്ദിസു ലക്കും എന്ന തുടങ്ങിയിട്ട് വഫാത്തി ഖൈറുൽ ലക്കും തുറദു അലൈഹി അഅമാലുക്കും ഫമാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹി അലൈഹി എന്ന ഹദീസ് അതിനോട് കൂടി കൂട്ടിയതാണെന്ന്. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിൽ, ആധികാരികമായിട്ട് എന്ത് തെളിവിന്റെ പേരിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്? ഉണ്ടെങ്കിൽ അത് ഹാജരാക്കണം. ഏതെങ്കിലും ദുർബോധത്തിന്റെ പേരിൽ പറയുന്നത് ദീനല്ല. ഇവിടെ നമ്മുടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ഏകദേശം 8 കാര്യങ്ങളോളം അയാൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ, മൊത്തം 12 കാര്യങ്ങൾ. ഈ 12 കാര്യങ്ങളും ഒരു അടിസ്ഥാനവുമില്ലാത്ത, ഒരു ആധികാരികമായ രേഖയുമില്ലാത്ത ദുർബോധങ്ങളെ പേരിൽ പറഞ്ഞ ആ കാര്യങ്ങളാണ്. അല്ല വ്യവസ്ഥാപിതമായി ഉണ്ടെങ്കിൽ അത് തെളിയിക്കുകയും ചെയ്യണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.